നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 10, 2025 വെള്ളി. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും US പ്രസിഡന്റും തമ്മിൽ ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്നലെ IT, ഫാർമ, മെറ്റൽ സ്റ്റോക്സുകളിൽ ഉടലെടുത്ത ശക്തമായ ബൈയിങ്ങിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും ശക്തിയാർജിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. മാത്രമല്ല, ഒത്തിരിയേറെ ട്രേഡിംഗ് സെക്ഷനുകൾക്ക് ശേഷം ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും തുടർച്ചയായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ബൈയിങ്ങും തുടരുകയുണ്ടായി. 1308.16 കോടി രൂപയ്ക്കാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ബൈ വരികയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 864.36 കോടി രൂപയ്ക്കും ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 25,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 25,350, 25,450 എന്നീ ലെവലുകളിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും 25,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടും 24,900 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി 24,900 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി US പ്രസിഡന്റ് ട്രംപിനെ ഗാസ സമാധാന കരാറിനെ അനുമോദിക്കുവാനായിട്ട് ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. ഇരുവരും തമ്മിൽ ഊഷ്മളമായ ചർച്ചകളാണ് നടക്കുകയുണ്ടായത്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്നും ഇന്ത്യ US ട്രേഡ് നെഗോസിയേഷന്റെ മുകളിലുള്ള പ്രോഗ്രസ്സില് പോസിറ്റീവ് ഔട്ട്ലുക്കാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും പങ്കുവയ്ക്കുകയുണ്ടായത്. മാത്രമല്ല, വരാൻ പോകുന്ന ആഴ്ചകളില് ഇന്ത്യയും USഉം തമ്മിലുള്ള ബന്ധങ്ങൾ വീണ്ടും ഊട്ടിയുറപ്പിക്കുമെന്നുള്ള സൂചനകളും അദ്ദേഹം നൽകുകയുണ്ടായി. ഇന്നലെ ജർമ്മനിയിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. 3 മാസങ്ങൾക്ക് ശേഷം 17.2 ബില്യൺ യൂറോസിന്റെ സർപ്ലസ് ആണ് ട്രേഡ് ബാലൻസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. ഇന്ന് പ്രധാനമായും 2 ഗ്ലോബൽ ഇവന്റുകളാണ് നിലനിൽക്കുന്നത്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം സെപ്റ്റംബർ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കാനഡയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടും. അതുകൂടാതെ വൈകുന്നേരം 7:30 US-ൽ നിന്നും മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ്സ് പാരലൽ ഡാറ്റ ഒക്ടോബർ മാസത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. മാത്രമല്ല, ഇന്നലെ TCSന്റെ Q2 റിസൾട്ടുകളുടെ പ്രഖ്യാപനത്തിന് ഫലമായിട്ട് ഇൻഫോസിസ് ADRന് 2% വിപ്രോ ADRന് 2%-ലേറെയും നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഫെഡ് മിനിറ്റ്സിന്റെ റിലീസ് നടന്നെങ്കിലും ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ഭാഗത്ത് നിന്നും ഫ്രഷ് പോളിസിയുടേതായ സിഗ്നലുകളൊന്നും നൽകാത്തതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റിൽ S&P 500ഉം നാസ്ഡാക്കും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. എങ്കിലും നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 49 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നഷ്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് ബാലൻസ് ഓഫ് ട്രേഡ് പോസിറ്റീവായി വന്നതിനെ തുടർന്ന് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നഷ്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 1%-ലേറെ നേട്ടത്തോടും കൂടിയും വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ചയാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗോൾഡിന്റെ വിലയിൽ ഇടിവ് സംഭവിക്കുകയുണ്ടായി. എങ്കിലും ഇന്ന് രാവിലത്തോടുകൂടി വീണ്ടും ഗോൾഡ് ശക്തി ആർജിച്ചിട്ടുണ്ട്. എന്നാൽ കൂടിയും ഗോൾഡ് നിലവിൽ 4,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് $3,992 എന്ന നിലയിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR
മാറി മറിഞ്ഞുകൊണ്ട് ഇന്നലത്തെ നേട്ടത്തോടു കൂടി 1.01 എന്ന നിലയിലേക്കും മാക്സ് പെയിൻ 25,150 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വോൾട്ടാലിറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിലും ബുള്ളിഷ് ബയാസിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ആൻഡ് ലോവർ ഷഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ബുള്ളിഷ് ക്രോസ് ഓവർ നിലനിർത്തിക്കൊണ്ട് RSI 58.03 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCRും 1.05 എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാത്രമല്ല മാക്സ് പെയിൻ 56,000 എന്ന ലെവലിലേക്കും. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്കും അതിൻ്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടാണ് നിലവിൽ നിലകൊള്ളുന്നത്. പോസിറ്റീവ് ക്രോസ് ഓവറിനെ നിലനിർത്തിക്കൊണ്ട് RSIയും 62.78 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം 55,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,200 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഈ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയറിലാണ്. പ്രോഫിറ്റിൽ 8.4% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 11,909 കോടി രൂപയിൽ നിന്നും 12,904 കോടി രൂപയിലേക്ക് ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 2.4% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 64,259 കോടി രൂപയിൽ നിന്നും 65,799 കോടി രൂപയായി ഉയർന്നു. ടാറ്റ ഇലക്സായി പ്രോഫിറ്റിൽ 32.5% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 229.4 കോടി രൂപയിൽ നിന്നും 154.8 കോടി രൂപയായി ചുരുങ്ങി. അതേസമയം റവന്യൂവിലും 3.9% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇൻകത്തിലും 24% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. 5 പൈസ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ 56.7% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 21.9 കോടി രൂപയിൽ നിന്നും 9.5 കോടി രൂപയായി ചുരുങ്ങി. റവന്യൂവിൽ 23.4% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ സിവിൽ ആൻഡ് അലൈഡ് ഇൻഫ്രാസ്ട്രക്ചർ വർക്ക്സുമായി ബന്ധപ്പെട്ട് 576 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. NTPC ഗ്രീൻ എനർജി സോളാർ പാർക്സുകളുടെ പ്രൊജക്ട്സും ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനിയുടെ സബ്സിഡിയറിയായ NTPC റിന്യൂവബിൾ എനർജിയും ഗുജറാത്ത് ഗവൺമെൻറ്റും തമ്മിൽ MOU സൈൻ ചെയ്യുകയുണ്ടായി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ CEG സെൻറ്റർ ഫോർ ഗവൺമെൻറ്റ്സ് കർണാടകയിൽ നിന്നും 18.22 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ക്യാപിരി ഗ്ലോബൽ ക്യാപിറ്റൽ മോനു രത്നയെ കമ്പനിയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിക്കുകയുണ്ടായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.